അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നൊരു പരാമർശം വിമർശന വിധേയമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വാചകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു. അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. പക്ഷേ മാപ്പപേക്ഷയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ CPM-ൻ്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിന് നേരെ ബോംബെറിഞ്ഞത്. അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റു വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം മാപ്പ് ചോദിച്ചു, ക്ഷമ ചോദിച്ചു. പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യണ്ടേ? ഇത് വിമർശിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു? ഞാൻ ചോദിക്കട്ടെ, ഇലക്ഷൻ കാലത്ത് ഒരു MLA-നെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെ കുറിച്ച് എന്താ പറഞ്ഞു? ഞാൻ ചോദിക്കുന്നത്, എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു? അപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ. ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിഹരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചു. അത് അവിടെ കൊണ്ട് അവസാനിച്ചു. ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ? പൊരിയുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. അതിന് വേറെ ആൾക്കാരെ നോക്കിയാൽ. അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബ് എറിയാനൊന്നും പോകണമെന്നില്ല. അത് ഞങ്ങളുടെ സംസ്കാരമല്ല. ബോംബ് ഉണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. പക്ഷേ CPM-നെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ UDF ഒറ്റക്കെട്ടായി തന്നെ RMPയോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും. അൻവറിൻ്റെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ ഗോവിന്ദൻ മാഷ്, മുഖ്യമന്ത്രിയൊക്കെ. എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ? ഞങ്ങൾ പറയുമ്പോൾ മാത്രം ഞങ്ങളുടെ മെക്കട്ടേക്ക് ആളുക. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും. ഇപ്പോൾ ഒരാൾ പ്രസംഗിക്കാൻ വന്ന ഒരു പരാമർശമാണ്. അതിൽ തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി. സ്വയം തിരുത്തിയപ്പോൾ ചാപ്റ്ററാളെ അവസാനിപ്പിക്കണ്ടേ? അല്ലാണ്ട് തന്നെ പറഞ്ഞ ആളുടെ നാക്കരിക്കാൻ നിൽക്കുക. ഇതെന്താ സ്റ്റാലിൻ്റെ പഴയ കാലത്തെ സ്റ്റാലിൻ്റെ ഋഷിയൊന്നും അല്ലല്ലോ. ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയാനുള്ള ലൈസൻസ് അധികാരമുണ്ടെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും. ഞങ്ങളുടെ മേൽക്കോയ്മയ്ക്കൊന്നും ഒരു തകരാറുമില്ല. ഇന്നിപ്പോൾ ഏതായാലും 1200 വോട്ടിനോ വടകരയിൽ ശൈല ടീച്ചർ ജയിക്കുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ 50,000 വോട്ടിന് ജയരാജൻ ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഞാൻ ഷാഫി 50,000 വോട്ടിന് ജയിക്കുമെന്നാണ് ഞാൻ കണക്ക് കൂട്ടിയത്. പക്ഷേ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ 1,00,000 ജയിക്കണം. ഏതായാലും മലന്ന് കടന്ന് തുപ്പുന്ന ഏർപ്പാട് CPM എന്നെങ്കിലും അവസാനിപ്പിക്കണം. ഇലക്ഷനിൽ വിജയവും പരാജയവും ഉണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. ഒരു ഇലക്ഷന് വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധവും സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇല്ലാതാക്കുന്ന പ്രവർത്തനം ആരും നടത്തരുത്. അത്രയും